ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിന് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും തീക്ഷ്ണമായിട്ട് ഒരുങ്ങാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പരിശുദ്ധ റൂഹ നമ്മളെ സ്വന്തമാക്കട്ടെ. റൂഹായോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടമുള്ള ജീവിതമാക്കി മാറ്റാം. ഈശോ എന്തിനാണ് പരിശുദ്ധ റൂഹായെ നമുക്ക് നൽകിയിട്ട് പോയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏകസത്യദൈവമായ അവിടുത്തെ ഏകജാതനെയും ലോകം മുഴുവനും അറിയിക്കുക എന്നുള്ളതാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒടുവിൽ സഭയെ ഏൽപ്പിച്ച ദൗത്യം. ആ ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ മാനുഷിക കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ സാധിക്കില്ല. ദൈവാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ നമുക്ക് ആർക്കും ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ ഈശോ സഹായകനായിട്ടാണ് നൽകിയിട്ട് പോയതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സഹായം ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോ പറഞ്ഞ വചനങ്ങൾ സ്വന്തമായിട്ട് സ്വീകരിക്കാനും അത് നിത്യജീവിതത്തിൽ പകർത്താനും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നതും ഈശോയുടെ കൽപ്പന കൃത്യമായിട്ട് പാലിച്ച് വചനത്തിനനുസരിച്ചുള്ള ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈശോ വന്നത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ്. എല്ലാ പഴയ നിയമങ്ങളെയും ഈശോ തൻ്റെ വചനത്താൽ പൂർത്തീകരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കൊല്ലരുത് എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഈശോ പറയുകയാണ്, കോപിക്കരുത്. സഹോദരനോട് കോപിക്കുന്നവൻ അല്ലെങ്കിൽ സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ പോലും നരകാഗ്നിക്കിരയായി തീരുമെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ഒരു പടി കൂടി പഴയ നിയമത്തെ കടത്തി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് ഈശോ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് ഈശോ ചോദിക്കുന്നു. എന്നാൽ ഈശോ പറയുകയാണ്, വ്യഭിചാരം ചെയ്യുന്ന എന്നേക്കാൾ ഉപരിയായിട്ട് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തെ ഒരു പടി കൂടി ഈശോ കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈശോയുടെ നിയമങ്ങൾ പാലിക്കാൻ അല്പം കൂടി ബുദ്ധിമുട്ടുള്ളവയാണ്, പ്രയാസമുള്ളവയാണ്. നമ്മുടെ ഈ ശാരീരിക പ്രകൃതിയിൽ നിന്നുകൊണ്ട് മാനുഷികമായിട്ടുള്ള ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ അത്ര എളുപ്പമുള്ളതല്ല. അവിടെയാണ് പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കുന്നത്. ഈശോ പറഞ്ഞതുപോലെ ജീവിക്കാൻ, ഈശോ കാണിച്ചു തന്ന മാതൃകയിൽ ആ സ്റ്റാൻഡേർഡിനൊത്ത ജീവിതം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന സഹായകനാണ്, പാറക്ലേത്തായാണ് പരിശുദ്ധ റൂഹ. പരിശുദ്ധ റൂഹായുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നടന്നെടുക്കാൻ, അങ്ങനെ ഈശോയെ പോലെ പിതാവിൻ്റെ ദത്ത് പുത്രരായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.